ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വിശ്രമമില്ല, എല്ലാ ദിവസവും പ്രോഗ്രാമാണ്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അത് ചിലപ്പോൾ പഞ്ചായത്തുകളുടെ പരിപാടിയായിരിക്കും, ചിലപ്പോൾ ക്ലബ്ബുകളുടെ പരിപാടിയായിരിക്കും, ചിലപ്പോൾ സ്കൂളുകളുടെ പരിപാടിയായിരിക്കും. ഭയങ്കരം തന്നെ. പൊതുവെ എപ്പോഴാണ് വീട്ടിലെത്തുക രാത്രി? പൊതുവെ ഒരു 10:30-11 മണി വരെ ഓട്ടമായിരിക്കും ആയിരിക്കും പ്രോഗ്രാം കഴിഞ്ഞ്. പിന്നെ ഞാനൊരു വലിയ സംഭവം അല്ലേ. ഈ പ്രോഗ്രാമിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ മണ്ഡലത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും പദ്ധതികൾ ചെയ്തോ ഈ 2-3 വർഷത്തിന്? അത് ഉത്തരം പറ. അത് നമുക്ക് നല്ലൊരു വീട് വെച്ച് കൊടുക്കാനൊന്നും കഴിയുന്ന ഒരു സാഹചര്യമില്ല. എംപിയുടെ വരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. എത്ര രൂപ ശമ്പളം ഉണ്ട്? 1,89,000 രൂപയാണ് ഒരു മാസം വരുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞ? 1,89,000 ആണ് ഒരു മാസം നമുക്കായിട്ട് വരുന്നത്, അക്കൗണ്ടിലേക്ക് വരുന്നത്. എന്നിട്ട് എനിക്ക് ഏകദേശം ഒരു മാസം 1,10,000 രൂപയോളം ഇന്ധന ചെലവാകും. പിന്നെ വണ്ടി ഇല്ലാത്ത എം പി ആയിരുന്നു. വാഹനം ലോൺ എടുത്തിട്ടാണ് മേടിച്ചത്. ചുരുക്കി പറഞ്ഞാൽ കിട്ടുന്ന കാശ് തികയത്തില്ല. ഇല്ല, കടമാണ്. കടം മാത്രമാണ്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. പിന്നെ കാല് ഇടയ്ക്ക് വീണ് ഒരു പരിക്ക് പറ്റി സർജറി ചെയ്തു. 5 ലക്ഷം രൂപയോളം ചെലവായ സർജറിക്ക് 1,15 രൂപ, 1,15,000 രൂപയാണ് നമുക്ക് കിട്ടിയത്. സത്യം സത്യം സത്യം. പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയമാകുമ്പോഴാണ് കയ്യിൽ ഡിസ്ചാർജ് ചെയ്യാൻ തുകയില്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു വഴി ഉണ്ടായിരുന്നത് ആകെ കൂടി ലോൺ എടുക്കുക എന്നുള്ളതാണ്. ലോണ് കിട്ടി, ആ ലോണ് നിന്നുള്ള തുക കൊടുത്തിട്ടാണ് ഡിസ്ചാർജ് ആയത്. നിന്റെ അപ്പൻ വിശ്വസിച്ചു. 6-ാം തീയതി ഒക്കെ ആകുമ്പം എണ്ണ അടിക്കുന്ന പമ്പിൽ ചേട്ടാ അടുത്ത ഒരു 1-ാം തീയതി കഴിഞ്ഞിട്ട് തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 ദിവസം അടിക്കും. ഇപ്പോഴും കടമാണ്. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. ഈ നിരന്തരമായ ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ മടുപ്പൊന്ന് തോന്നത്തില്ലേ? ഒരു വ്യക്തി ജീവിത പേഴ്സണൽ ലൈഫ് ഇല്ലാത്ത തരത്തിലേക്ക് രാവിലെ മുതൽ ഇങ്ങനെ പൊതുജനങ്ങളുടെ വിഷയമായിട്ട് ഇങ്ങനെ ഒരു മടുപ്പ് തോന്നത്തില്ലേ? ഇതൊക്കെ എന്ത്? എല്ലാ സമയങ്ങളിലും പ്രവർത്തകരോടൊപ്പം, ആളുകളോടൊപ്പം, അല്ലെങ്കിൽ നമ്മൾ യാത്രയിൽ അതിരിക്കുമ്പോഴാണ് അതിന്റെ ഒരു സന്തോഷമുള്ളത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കേട്ടോ, ഹരിദാസ് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. എന്നെ ജയിച്ചിട്ട് പോയതന്നെയല്ലേ, പിന്നെ ഈ സ്ത്രീകളെ കാണാൻ പോലും ഒന്നും വന്നിട്ടില്ലല്ലോ, ഈ ഭാഗത്തേക്കില്ലല്ലോ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.